Welcome back. Now I am discussing the topic generic process framework activities. First of all, we have to discuss process framework. A process framework establishes the foundation for a complete software process by identifying a small number of framework activities that are applicable to all software projects regardless of their size or complexity. സോ ഒരു പ്രോസസ്സ് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പ്രോസസ്സിന് ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പ്രോസസ്സ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിനോ പ്രോസസ്സിനോ സോഫ്റ്റ്വെയറിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലക്സിറ്റിയോ സൈസോ ഒന്നും കാരണമാക്കാതെ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, in addition, the process framework encompasses a set of umbrella activities that are applicable across the entire software process. ഈ പ്രോസസ് ഫ്രെയിംവർക്ക് കൂടാതെ കുറച്ച് അംബ്രല്ല ആക്ടിവിറ്റീസും കൂടെ ഈ എൻറ്റയർ സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ കടന്നു വരുന്നുണ്ട്. സോ ഈച്ച് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി ഈസ് പോപ്പുലേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻ. ഈ ഓരോ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയെയും ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ടാസ്ക് ദാറ്റ് പ്രൊഡ്യൂസ് എ മേജർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് പ്രോഡക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള കുറേ റിലേറ്റഡ് ടാസ്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. സോ അതും കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആക്ഷൻ ഇസ് പോപ്പുലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ വർക്ക് ടാസ്ക് ദാറ്റ് അക്കംപ്ലിഷ് സം പാർട്ട് ഓഫ് ദ വർക്ക് ഇംപ്ലൈഡ് ബൈ ദ ആക്ഷൻ. സോ ഓരോ ആക്ഷൻസും ഇൻഡിവിജ്വൽ വർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സം പാർട്ട് ഓഫ് വർക്ക് ഇംപ്ലൈഡ് ബൈ ദ ആക്ഷൻ. ചില വർക്കുകൾ നമ്മൾ ഈ ആക്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും. അതിന് ആ ഒരു ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് വേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഈ പ്രോസസ് ഫ്രെയിംവർക്ക് ആവശ്യമാണ്. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ടായിരിക്കും നമ്മൾ അതിൻ്റെ കംപ്ലീഷൻ നടത്തുന്നത്. ഇത് കൂടാതെ കുറച്ച് അംബ്രല്ല ആക്ടിവിറ്റീസും കൂടെ ഈ പ്രൊജക്റ്റ് കംപ്ലീഷൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. So the generic process framework activities are communication, planning, modeling, construction and deployment. സോ ഈ 5 ആക്ടിവിറ്റീസാണ് ഒരു ജനറിക് പ്രോസസ് ഫ്രെയിംവർക്കിൽ വരുന്നത്. അതിൽ ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ. So this framework activity involves heavy communication and collaboration with the customer and encompasses requirement gathering and other related activities. So ഈ ഒരു സെക്ഷനിൽ കസ്റ്റമറുമായിട്ടുള്ള കൃത്യമായ കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുകയും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടതാണ് പ്ലാനിങ്. സോ ദിസ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് എ പ്ലാൻ ഫോർ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ദാറ്റ് ഫോളോസ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടെക്നിക്കൽ ടാസ്ക് ടു ബി കണ്ടക്റ്റഡ്, റിസ്ക് ദാറ്റ് ആർ ലൈക്ലി, ദ റിസോഴ്സസ് ദാറ്റ് വിൽ ബി റിക്വയർഡ്, വർക്ക് പ്രോഡക്ട്സ് ടു ബി റെഡ്യൂസ് ആൻഡ് വർക്ക് ഷെഡ്യൂൾ. സോ ഈ ഒരു പ്ലാനിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വേണ്ടുന്ന ടെക്നിക്കൽ ടാസ്കുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടുത്താം, ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകൾ ഉൾപ്പെടുത്താം, എന്തൊക്കെ റിസോഴ്സസിന് ഇത് ആവശ്യമാണെന്നുള്ളത് പ്ലാനിങ്ങിൽ വരും. അതുപോലെ തന്നെ വർക്ക് പ്രോഡക്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വർക്ക് ഷെഡ്യൂൾ, ഇതെല്ലാം പ്ലാനിങ്ങിൽ വരും. എപ്പോൾ നമുക്കിത് തീർക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം. സോ മൂന്നാമതായിട്ട് മോഡലിംഗ്.
ഈ ഒരു ആക്ടിവിറ്റിയിലാണ് എന്താണ് കസ്റ്റമർ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഡെവലപ്പർ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു മോഡലിലൂടെ കസ്റ്റമറിന് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഇവർക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. സോ മോഡൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയാണ്. മറ്റൊരു ആക്ടിവിറ്റിയാണ് കൺസ്ട്രക്ഷൻ. നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിനുശേഷം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യണം. സോ ഒരു കൺസ്ട്രക്ഷനിൽ കോഡ് ജനറേഷൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ വരും. അതായത് കോഡ്സ് ജനറേറ്റ് ചെയ്ത് അതിന് കൃത്യമായിട്ട് എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഡീബഗ് ചെയ്യുന്നു. സോ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം പിന്നെ വരുന്നതാണ് ഡിപ്ലോയ്മെൻറ്റ്. ദാറ്റ് ഈസ് ഡെലിവറി ടു ദ കസ്റ്റമർ. കസ്റ്റമറിന് ഈ പ്രോഡക്റ്റിനെ കൊടുക്കുന്നു ആൻഡ് അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നത്. So these 5 generic framework activities can be used during the development of small programs, the creation of large web applications, and for the engineering of large complex computer-based system. സോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ 5 സ്റ്റെപ്പുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. So umbrella activities. So the framework work described in the generic view of software engineering is complemented by a number of umbrella activities. So ഈ 5 ജനറിക് ആക്ടിവിറ്റീസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് അംബ്രല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. അവയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സോഫ്റ്റ്വെയർ പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. It allows the software team to assess progress against the project plan and take necessary actions to maintain schedule. സോ ഒരു ടീം തന്നെ ഉണ്ടാവും പ്രോജക്റ്റ് ട്രാക്കിങ്ങിനും കൺട്രോളിങ്ങിനും വേണ്ടി. അതായത് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അല്ല ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനുമുള്ളൊരു അതിന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നൊരു ടീം. മറ്റൊന്ന് റിസ്ക് മാനേജ്മെൻറ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്ത് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ഫീൽഡാണ്. മറ്റൊന്ന് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണോ അതിനെയെല്ലാം ഡിഫൈൻ ചെയ്യുകയും അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഏരിയയാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. മറ്റൊന്ന് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂസ്. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് വർക്ക് പ്രോഡക്ട്സ് എന്ത് ചെയ്യാണ്, നമ്മൾ റിവ്യൂവിന് വെക്കുകയാണ്. എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്താണ് ഇനി അടുത്ത ആക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കപ്പെടുകയാണ് ഫോർമൽ ടെക്നിക്കൽ റിവ്യൂസിലൂടെ. മറ്റൊരു അംബ്രല്ല ആക്ടിവിറ്റിയാണ് മെഷർമെൻറ്റ്. Defines and collect process, project and product measures that assess the team in delivering software that meets customer need, can be used in conjunction with all other framework and umbrella activities. സോ ഒരു മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ്, പ്രോജക്റ്റ്, പ്രോഡക്റ്റ് മെഷേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കളക്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. അപ്പം ഈ ഒരു മെഷർമെൻറ്റ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. മറ്റൊന്ന് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ദിസ് മാനേജസ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്സ്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിലുടനീളം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. മറ്റൊന്ന് റീയൂസബിലിറ്റി മാനേജ്മെൻറ്റ്. This defines criteria for work product reuse and establish mechanism to achieve reusable components. ഈ ഒരു വർക്ക് പ്രോഡക്റ്റിൻ്റെ റീയൂസബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാക്ടറാണത്. മറ്റൊന്ന് വർക്ക് പ്രോഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. സോ ഒരു വർക്ക് പ്രോഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് മോഡൽസ്, ഡോക്യുമെൻറ്റ്സ്, ലോഗ് ഫോംസ് എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷനാണ് വർക്ക് പ്രോഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോസസ് ജനറിക് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആയിരുന്നു. സോ അതിൻ്റെ അകത്ത് വരുന്ന ഒരു 5 ആക്ടിവിറ്റീസ് കണ്ട്, അത് കൂടാതെ എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന അംബ്രല്ല ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. സോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: explain the generic process framework activities in detail. Thank you.